നമസ്കാരം. സുഭാഷിതം. അക്ഷരം വിപ്രഹസ്തേന മാതൃഹസ്തേന ഭോജനം താംബൂലം ഭാര്യഹസ്തേന രാജഹസ്തേന കങ്കണം. അക്ഷരം വിപ്രൻ, വിപ്രൻ എന്നാൽ ഗുരു, ബ്രഹ്മജ്ഞാനി. ഗുരുവിൻ്റെ അടുത്ത് നിന്ന് വേണം നമ്മൾ അക്ഷരം പഠിക്കാൻ. അമ്മയുടെ കൈകൊണ്ട് ഭോജനം. എത്ര എവിടെ ഏത് കൂടിയ 5 സ്റ്റാറോ എന്ത് സ്റ്റാറോ ആയിക്കോട്ടെ, എത്ര കൂടിയ ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ ഏത് സമയത്ത് എന്ത് കഴിച്ചാലും അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഭക്ഷണത്തോടൊപ്പം അത്രയും രുചി മറ്റൊന്നിനും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിന് ചില താത്വികമായ വളരെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പദം അവിടെ പറയേണ്ടി വരുന്നത്. പിന്നെ ഭാര്യഹസ്തേന താംബൂലം. താംബൂലം എന്ന് പറഞ്ഞാൽ മുറുക്കാൻ നമ്മൾ മുറുക്കുന്നെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് മുറുക്കാൻ മേടിച്ച് മുറുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭാര്യയുടെ കയ്യിൽ നിന്ന് താംബൂലം മേടിച്ച് ചവയ്ക്കുമ്പോൾ അതിന് എൻ്റെ ഒരു പ്രത്യേകത വേറെയാണ്. അടുത്തത് പറയുന്നത് രാജഹസ്തേന കങ്കണം. സമ്മാനം മേടിക്കുന്നെങ്കിൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണം. അപ്പോഴല്ലേ ആ സമ്മാനത്തിനൊരു എന്താ പറയുന്നത്, ഒരു പ്രത്യേകത. കാരണം അതാണ് യഥാർത്ഥമായ സമ്മാനം. ഇപ്പോൾ രാജാവില്ല, മന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ഉന്നത തലത്തിലുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് വേണം നമ്മൾ സമ്മാനം മേടിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഗുണം? എന്തുവാണ്? ലോക ജനത അറിയും. അപ്പോൾ നമ്മൾ അറിയാമല്ലോ, ക്രിക്കറ്റ് അല്ലെങ്കിൽ വോളിബോൾ, വലിയ വലിയ കളികൾക്കൊക്കെ സമ്മാനം മേടിക്കുമ്പം ലോകം മുഴുവനും കാണത്തില്ലേ? അപ്പോൾ അവരെ എത്രമാത്രം കീർത്തിയുള്ളവരായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കീർത്തി എത്രമാത്രം അവർക്ക് ഉണ്ടാകുന്നു, എന്തുകൊണ്ട്? അത്രമാത്രമുള്ള സമ്മാനമാണ് അവർ സ്വീകരിക്കുന്നത്. രാജഹസ്തേന കങ്കണം. ഇതാണ് ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമസ്തേ.